റേഷൻ വ്യാപാരികൾ സമരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് താൻ കരുതുന്നതെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ അവകാശപ്പെടുന്നു. റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളോട് സർക്കാരിന് വളരെ അനുകൂല സമീപനമാണ്. വേതന വർധനവ് സംബന്ധിച്ച് പ്രത്യേക കമ്മിറ്റിയുടെ ശുപാർശ ഒരാഴ്ചയ്ക്കകം നടപ്പാക്കുമെന്നും മന്ത്രി. റേഷൻ വാങ്ങാൻ സാവകാശം നൽകുമെന്നും ജി.ആർ. അനിൽ 24-നോട്. ഒരു സമരത്തിലേക്ക് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർക്ക് നല്ല ഉത്തമമായി ബോധ്യപ്പെട്ടതാണ് ഞാനും ധനമന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ എല്ലാ കാര്യങ്ങളിലും. ഇതുവരെ ഇല്ലാതെ ധനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്താണ് ആ ചർച്ച നേതൃത്വം കൊടുത്തത്. അവർ പറഞ്ഞ വിഷയങ്ങളിലുള്ള പോസിറ്റീവ് സമീപനമാണ് സ്വീകരിച്ചത്, നെഗറ്റീവ് സമീപനമല്ല സ്വീകരിച്ചത്. പോസിറ്റീവായ സമീപനമാണ്. പക്ഷേ അതിന് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ടൈം വേണമെന്നുള്ള കാര്യം അവർക്ക് പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടെന്നാണ് ഞാൻ ധരിക്കുന്നത്. അതുകൊണ്ട് സമരത്തിൽ നിന്ന് പിന്മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സമരം ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിക്കാതെ ജനങ്ങൾക്ക് അവരുടെ ഭക്ഷ്യധാന്യം വാങ്ങാനുള്ള സൗകര്യം ഒരുക്കുകയാണ് എൻ്റെ ഒരു ധാരണയിൽ സംഘടനകൾ സ്വീകരിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു. അജീഷ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഈ റേഷൻ വ്യാപാരികൾ കഴിഞ്ഞ ദിവസം ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ പ്രധാനമായും 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക. മറ്റൊന്ന്, ഈ KTDPS ആക്ടിലെ അപാകതകൾ പരിഹരിക്കുക. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ തുക നൽകുക. അതേപോലെ തന്നെ ക്ഷേമനിധിയിൽ നിന്നും ഈ മുൻഗണനേതര കാർഡുകാരിൽ നിന്ന് മാസം തോറും 1 രൂപ വീതം പിരിക്കുക. ഇങ്ങനെ 4 ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഭക്ഷ്യമന്ത്രിയും ധനമന്ത്രിയുമായി കാര്യമായി ചർച്ച നടത്തി. കാരണം വളരെയധികം പണച്ചെലവുള്ള കാര്യങ്ങളാണിത്. നടപ്പിലാക്കുമ്പോൾ വളരെയധികം സാമ്പത്തിക ബാധ്യത ഇരു വകുപ്പുകൾക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് 2 വകുപ്പ് മന്ത്രിമാരും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയത്. പക്ഷേ ഇവർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെന്ന് പറഞ്ഞാണ് ഈ മാസം 8-ാം തീയതിയും 9-ാം തീയതിയും 48 മണിക്കൂർ റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് റേഷൻ വ്യാപാരികൾ കടന്നത്. ഇതിനെക്കുറിച്ചാണ് ഭക്ഷ്യമന്ത്രിയുടെ നമ്മൾ പ്രതികരണം തേടിയത്. അദ്ദേഹം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഈ റേഷൻ വ്യാപാരികൾ അവർക്ക് തങ്ങളോട് നടത്തിയ ചർച്ചയിൽ അനുകൂലമായ ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സമരത്തിലേക്ക് പോകില്ലെന്നൊരു നിലപാടിൽ തന്നെയാണ് ഭക്ഷ്യമന്ത്രി പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ, നേരത്തെ ഉന്നയിച്ച 4 പ്രശ്നങ്ങളിൽ ഒരു തീരുമാനമായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് വ്യാപാരികൾ ഇപ്പോഴും പറയുന്നത്. സർക്കാർ ഈ 2 ദിവസത്തെ ഈ സാധനങ്ങൾ വാങ്ങുന്നതിന് ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിന് പകര സംവിധാനങ്ങൾ ഒരുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ ജൂൺ മാസത്തിൽ റേഷൻ സാധനങ്ങൾ, അരിയടക്കമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്തവർക്ക് ഈ ജൂലൈ 5 വരെ കഴിഞ്ഞ മാസത്തെ സാധനങ്ങൾ വാങ്ങാനുള്ള സാവകാശം കൊടുത്തിരുന്നു. അതേപോലെ ഈ മാസത്തെ റേഷൻ സാധനങ്ങൾ വാങ്ങാനും അടുത്ത മാസത്തേക്ക് നീട്ടി നൽകും പോലുള്ള സൗകര്യങ്ങൾ നൽകുമെന്നാണ് ഭക്ഷ്യമന്ത്രി പറയുന്നത്. എന്തായാലും ഈ പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ ഒരു കമ്മിറ്റിയെ നിയമിച്ചിരുന്നു, ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റിയെ നിയമിച്ചിരുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥരുടെ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരേക്കും ഭക്ഷ്യമന്ത്രി പുറത്തുവിട്ടിട്ടില്ല. ആ റിപ്പോർട്ട് ഈ 10-ാം തീയതി ചർച്ച ചെയ്തതിനു ശേഷം തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. താങ്ക് യു അജീഷ് ജയകുമാർ.